മറ്റുള്ളവർ തന്നെ വെറുതെ പുകഴ്ത്തി പറയുകയാണ് എന്ന് ചിലർക്കെങ്കിലും നമുക്കിടയിൽ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെ? അതിനോടൊപ്പം തന്നെ സ്വന്തം കഴിവുകളെയും അംഗീകാരങ്ങളെയും ഒന്നും ഒട്ടും വിശ്വസിക്കാത്തവരോ, അല്ലെങ്കിൽ എനിക്ക് അതിനൊന്നും ഉള്ള അർഹതയില്ല, ഞാൻ അങ്ങനെ കഴിവുണ്ടായിട്ട് നേടിയ വിജയമല്ല ഇത്, ഇതൊരു പക്ഷെ ഒരു ഭാഗ്യത്തിന്റെയോ സമയത്തിന്റെയോ ഒക്കെ ആയിരിക്കാം, എന്ത് തന്നെയായാലും ഞാൻ ഒട്ടും യോഗ്യതയോട് കൂടിയല്ല ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന വിശ്വാസം തുടർച്ചയായിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എങ്കിൽ അത് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വരുന്നത്? പാരന്റുകളിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, ആത്മവിശ്വാസക്കുറവ് ധാരാളമായിട്ട് ഉണ്ടായിരിക്കാം, അതോടൊപ്പം തുല്യതയില്ലായ്മ ഉണ്ടായിരിക്കാം, കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കും അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഇവര് എന്തെങ്കിലും വിജയം നേടിയാൽ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പൊ തനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്, പ്രത്യേകിച്ച് ഉണ്ട് എന്തെങ്കിലും പ്രൂവ് ചെയ്താൽ മാത്രമേ താൻ സ്നേഹത്തിനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കോ അർഹതയുണ്ടാവൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്നിട്ടുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പെർഫെക്ഷനിസം, ചെറിയ പിഴവുകളൊക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് വഴക്കൊക്കെ കിട്ടിയത് കൊണ്ട് പെർഫെക്ഷനിസത്തിൽ എത്തിയാൽ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലൊരു അവസ്ഥ, ഇതെല്ലാം തന്നെ ആ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ സൈക്കോ തെറാപ്പിയിലൂടെ ഒരു പരിധിവരെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ മാത്രമാണിത്. നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ച് വ്യക്തമായൊരു ബോധം വേണം. അതോടൊപ്പം തന്നെ സ്വന്തം കഴിവുകളെയും വിജയങ്ങളെയും ഒക്കെ നമ്മൾ തന്നെ അംഗീകരിക്കാൻ പരിശീലിക്കുകയും വേണം. അത്തരമൊരു അംഗീകാരവും അത്തരമൊരു സെൽഫ് ലവ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ തളർന്നിരിക്കുന്നതായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായി വരും.